രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ അറസ്റ്റ് തടയുമോ ഇല്ലേ എന്നതിൽ കോടതിയുടെ തീരുമാനം 1 മണിക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സമയം. 12:51, 9 മിനിറ്റുകൾ കൂടി കാത്തിരുന്നാൽ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരും. ഒപ്പം തന്നെ കേരള പോലീസിന്റെ അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണ വലയത്തിൽ രാഹുൽ ഉണ്ട് എന്ന ഒരു സൂചനകൾ ലഭിക്കുന്നു. ഏത് നിമിഷവും ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു കീഴടങ്ങൽ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ ഇപ്പോൾ ഈ 1 മണിക്ക് വരുന്ന തീരുമാനത്തിനനുസൃതമായിട്ടായിരിക്കും അടുത്ത നടപടികൾ. ആനന്ദൻ ദർശൻ തുടരുന്നുണ്ട്. ആനന്ദൻ, 8 മിനിറ്റ് കൂടിയുള്ളൂ. 12:52 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരാൻ. ദിവിഷ്, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഹർജിയാണ് പ്രതിഭാഗം ഇന്ന് സമർപ്പിച്ചത്. ആ ഹർജിയിലുള്ള വാദവും കോടതി കേട്ടു. ആ ഹർജിയിലുള്ള വിധിയാണ് ആദ്യം വരുന്നത്. അത് 1 മണിക്കാണ്. അതിനുശേഷം 1 മണിക്ക് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിവരം അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലും വിധിയുണ്ട്. അപ്പോൾ 1 മണി ക്രൂഷ്യലാണ്. അതിനു മുമ്പ് ഒരു പ്രധാന വാർത്ത കൂടി മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങളാണ് ആ വാർത്തയിലുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സഹായികൾ സംബന്ധിച്ച് ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 6 മാസമായി ബംഗളൂരു, കർണാടക കേന്ദ്രീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺടാക്ട് ചെയ്യുകയും സന്ദർശിക്കുകയും ചെയ്തവരുടെ ഒരു പട്ടികയാണ് കഴിഞ്ഞ 2 ദിവസമായി പോലീസിന്റെ സൈബർ വിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. അതാണിപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ആ നിരീക്ഷണത്തിലുള്ളതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തലിന് ഈ വ്യാജ ID കാർഡ് കേസുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിയെന്ന് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ചിലരുണ്ട് ബംഗളൂരുവിൽ. അപ്പോൾ അവർ അവിടെ വലിയ സ്വാധീനശേഷിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. സംഘടനാ സ്വാധീനവും ഒപ്പം തന്നെ സാമ്പത്തിക സ്വാധീനവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ആ കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തലിന് സഹായമൊരുക്കുന്നു എന്നുള്ള ഒരു സൂചന പോലീസിനുണ്ട്. അപ്പോൾ അവരെയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തിയതും സന്ദർശിക്കുകയും ചെയ്തവരുടെ ഒരു പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ഏറ്റവും മുമ്പ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ബംഗളൂരുവിൽ ഒരു അഭിഭാഷക നിരീക്ഷണത്തിലായി എന്നുള്ളത്. അഭിഭാഷക കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന, അവരുമായിട്ട് നേരത്തെ തന്നെ പരിചയമുള്ളവരാണ്. അവരെ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺടാക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ബംഗളൂരു കേന്ദ്രീകരിച്ച് ബന്ധം പുലർത്തുന്ന, സന്ദർശനം നടത്തുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലായി. അപ്പോൾ അവരുടെയൊക്കെ സഹായം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വ്യാജ ID കാർഡ് കേസ്, അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കേസാണ്. അപ്പോൾ ആ കേസിൽ ചില ഈ ആപ്പുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടുകളും ബംഗളൂരുവിൽ നിന്ന് കിട്ടി എന്നുള്ളതായിരുന്നു അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിന് ബംഗളൂരുവിലെ മലയാളികളായ പക്ഷേ അവിടുത്തെ രാഷ്ട്രീയത്തിൽ സജീവമായ ആൾക്കാരുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ്. ഞാൻ തിരികെ വരാം.